ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ഗോവിൻ ഫ്രം യുണൈറ്റഡ് ഡാൻസ് ക്രൂ. അപ്പോൾ നമ്മുടെ പുതിയ വർക്കിന് നിൽക്കുകയാണ്. നമ്മുടെ ക്രൂ മെമ്പേഴ്സ് മിഥുൻ, അക്ഷയ്. നമ്മുടെ വർക്കിന്റെ പ്ലേസ് എന്ന് പറയുന്നത് RDR ആണ്. ഈ വർക്കിന് ഒരു ചെറിയ വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ പ്രത്യേകതയുണ്ട്. ക്രൂ തുടങ്ങിയിട്ടുള്ള 50ാമത്തെ പ്രോഗ്രാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാം. മ്യൂസിക് ബാൻഡ് ഇവിടെ നേരത്തെ എത്തി ട്രയൽ ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ സ്റ്റേജ് അറേഞ്ച്മെൻറ്റ്സ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ വാം അല്ലെങ്കിൽ ക്ലാസി ആയിട്ടുള്ള രീതിയിലുള്ള ഒരു എൻട്രി പാത്തും പിന്നെ DJ ഫ്ലോർ ഉൾപ്പെടെ അതിമനോഹരമായിട്ടുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് ബാക്കി ക്രൂ മെമ്പേഴ്സിനെ പരിചയപ്പെടാം. ഹിയർ ഈസ് ഗംഗ. ഇവിടെ മെയിൻ മെമ്പർ ഐശ്വര്യ. ഓക്കെ, അപ്പൊ നമ്മള് വർക്കിന് പോകാൻ വേണ്ടി ഇറങ്ങി. എല്ലാരും എക്സൈറ്റഡ് ആണ്. എങ്കിലും ഹായ് ഗായ്സ്, നമ്മുടെ എൻട്രി ഡാൻസ് കഴിഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഡാൻസ് സ്റ്റേജിൽ കളിച്ചായിരുന്നു. നമുക്ക് വീഡിയോ കിട്ടുവാണെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ ആഡ് ചെയ്തേക്കാം. തൊട്ടുമ്പോൾ ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഞങ്ങൾ സൂപ്പറായിട്ട് കളിച്ചു. പവർ പാക്ക് പെർഫോമൻസ് ആയിരുന്നു എല്ലാവർക്കും. അത് കളിച്ചപ്പോൾ ഭയങ്കരമായിട്ട് വയ്യാണ്ടായി, ടയേർഡായി സീരിയസ്ലി. അടുത്തത് നമ്മളൊരു റൊമാൻറ്റിക് സോങ്ങിന് ഡാൻസ് ചെയ്യാൻ പോവാം. അപ്പൊ നമ്മുടെ ഒരു അടിപൊളി ഡാൻസ് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഒരു ബോളിവുഡ് ഡാൻസിന് വേണ്ടി നമ്മൾ റെഡി നിൽക്കുകയാണ്. ജയിച്ചിഞ്ചോ ഗംഗ പ്രാക്ടീസിനോട് പുതിയൊരാൾ വന്നിട്ട് പെട്ടിട്ടുണ്ട്. ഗൈസ്, അയ്യ ഡാൻസ് കഴിഞ്ഞു. വയ്യാണ്ടായിരിക്കുക. ഗംഗ എങ്ങനെയാണ് ഡാൻസ്? വയ്യല്ലേ ഗൈസ്? അങ്ങനെ നമ്മള് വർക്കെല്ലാം കഴിഞ്ഞു, പെട്ടികളൊക്കെ അടുക്കിക്കൊണ്ടിരിക്കുക ഗൈസ്. അപ്പോൾ നമ്മുടെ 50ാമത്തെ പരിപാടിയായിട്ട് നമുക്കൊരു സ്പെഷ്യൽ ഡേയും ആയിരുന്നു. അതുപോലെ തന്നെ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. ആരായിരുന്നു? നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് ബ്രേക്കിംഗ് കൊണ്ടുവരുന്ന മാഷാണ് നമ്മുടെ തലതൊട്ടപ്പൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ എക്സൈറ്റ്മെന്റ് ഇപ്പോഴും മാറിയിട്ടില്ല. ഇപ്പോഴും നമുക്ക് പുള്ളിക്കാരൻ ഞങ്ങളുടെ റൂമിലേക്ക് വന്ന് ഞങ്ങളെ വന്ന് കണ്ടു, കൺഗ്രാജുലേറ്റ് ചെയ്തു. അത് ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ് ശരിക്കും. ഞങ്ങള് അത് എന്തെന്ന് പറഞ്ഞോ, ഒരു ദൈവാനുഗ്രഹം പോലെ 50ാമത്തെ പ്രോഗ്രാമിന്റെ അന്ന് തന്നെ പുള്ളിക്കാരൻ വന്നതെന്ന് പറയുന്നത് ഭയങ്കര ബ്ലെസ്സിങ് ആണ്. പിന്നെ നമ്മുടെ ഇവിടുത്തെ വർക്കിന് നമുക്ക് ഇവിടെ ഈവൻസ് എടുത്തേക്കുന്നത് 6 ഇവന്റ്സ് ആണ്. പിന്നെ കാറ്ററിംഗ്, ഫുഡ് അടിപൊളി ഫുഡായിരുന്നു. ഈവന്റും ഫുഡും അടിപൊളിയായിരുന്നു. ഒരുപാട് സെലിബ്രിറ്റീസിനെ കാണാൻ പറ്റി. കപ്പിൾസ് ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഗ്രൂപ്പും ബ്രൈഡും ആയിരുന്നു. നല്ലൊരു കെമിസ്ട്രി അവർ തമ്മിൽ കാണുമ്പോൾ തന്നെ അസൂയ തോന്നുന്ന രീതിയിലുള്ള ഒരു കെമിസ്ട്രി ആയിരുന്നു അവർ തമ്മിൽ. വളരെ നന്നായിട്ടുണ്ടായിരുന്നു. Bye guys, we are signing out. Ta-da! Good night.